ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ തച്ചൂസ് ട്രിസ്ന. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുടുത അൽഫാമാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മസാല ഒക്കെ പരത്തി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ മസാല ഇട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതിൽ മസാല ഇട്ടിട്ടേക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. പിന്നെ അതുപോലെ തന്നെ ഉപ്പും ചെറുനാരങ്ങ വെച്ചിട്ട് നമ്മൾ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയ്ക്കുള്ളത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് തക്കോലം, കുരുമുളക്, നല്ല ജീരകം, മല്ലി, ഗ്രാമ്പു, പട്ട, ഏലക്കായ, അതുപോലെ നമ്മളിവിടെ പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നടക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നത്. ഇനി നമുക്കൊന്ന് ഇത് ചൂടാറാൻ വെച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതിക്കുള്ള മസാല കൂട്ടാണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത്തിരി ഇഞ്ചി ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെളുത്തോരെയാണ് ഇടുന്നത്. ഇനി നമുക്ക് ഒരു തക്കാളി ഇതിക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് സബോള ഇടാം. ഇനി നമുക്ക് ഇട്ടേക്കുന്നത് ഈ പേസ്റ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒരു കാര്യം നമ്മൾ മറന്നുപോയി, ഒരു പച്ചമുളക് ഇടാൻ മറന്നിട്ട്. അപ്പോൾ പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ കിട്ടിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ അടിച്ച് വെച്ചേക്കുന്നത് പേസ്റ്റ് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള പേസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മല്ലിയും ഇതൊക്കെ പൊടിച്ച് വെച്ചില്ലേ, നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒരു 4 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ ഒഴിക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി മീനിലേക്ക് പരച്ചിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ച മീനാട്ടോ ഇരിക്കണേ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത ഓരോ മീനും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാ മീനും ഇടാം കേട്ടോ. നമ്മൾ മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മീനൊന്ന് ഒരു സൈഡിൽ നിന്ന് മുരിയണം. ഇനി നമുക്ക് ഒരു പുറം മറിച്ചിടാം കേട്ടോ. ഇത് അപ്പോൾ നമ്മുടെ 2 ഭാഗം കറക്റ്റായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ അൽഫാം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടുതൽ അൽഫാം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സാധനം. നിങ്ങളുടെ വീട്ടിൽ കുടുതൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ.